Everyone, good morning and welcome to ATA 24/7 classes. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിയുടെ കണ്ടിന്യൂസ് സീരീസ് ആണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ടോപ്പിക്കുകൾ എടുത്ത് അതുമായി ബന്ധപ്പെട്ട് കൂടെ മോക്ക് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ നോർമലി ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ ഒരു മിനിമം 50 ക്ലാസ് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. മിനിമം ഒരു 50 ക്ലാസ് അതിൽ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഐ മീൻ 50 ക്വസ്റ്റ്യൻസ് അതിൽ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് മാത്രം നോക്കിയാൽ മതിയാവും. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കൺസിഡർ ദ ഫോളോയിങ്. 1. Ministers are both the leaders of government and members of parliament. ഇത് വേണ്ട. 2. A bill that is not supported by the Council of Ministers cannot be passed because the ministry has the support of the majority of members of parliament. 3. The Council of Ministers plays a crucial role in setting policy priorities and making major policy decisions. Choose the correct answer using the codes given below. A 1 only, B 1 and 2 only, C 1 and 3 only, D 1, 2 and 3. ഏതാണ് ശരി അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു മിനിസ്റ്റേഴ്സ് ദേ ആർ ബോത്ത് ദ ലീഡേഴ്സ് ഓഫ് government as well as they are members of parliament. A ministry is a member of parliament as well as they are minister part of the government. മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് ഒരു മന്ത്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഭാഗവുമാണ് മന്ത്രി എന്ന് പറയുന്നത്. A bill that is not supported by the Council of Ministers cannot be passed because the ministry has the support of the majority of members of parliament. ഒരു ബിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യാത്തൊരു ബില്ലാണെങ്കിൽ അത് പാസ് ചെയ്യാൻ പാടാണ് അല്ലേ? കാരണം ഒരു മിനിസ്ട്രിയുടെ പിന്തുണ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? അവിടുത്തെ മെജോറിറ്റി മെമ്പേഴ്സ്. അപ്പോൾ ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പാസ് ചെയ്യാൻ ഒരു ബില്ല് കൊണ്ടുവന്നാൽ അത് പാസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ബില്ല് വന്നാൽ പാസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. The Council of Ministers plays a crucial role in setting policy priorities and making major policy decisions. അതായത് ഇമ്പോർട്ടൻ്റ് ആയ പോളിസീസ് എടുത്ത ഒരു പ്രയോറിറ്റീസ് ഇന്നത് ചെയ്യണം, ദീസ് തിങ്സ് ടു ബി ഡൺ എന്നൊക്കെ പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരി? പറയൂ, ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി? ഏതാണ് കറക്റ്റ്? ഏതാണ് അല്ലേ? വേഗം കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്. അതായത് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീഡേഴ്സ് ഓഫ് ഗവൺമെൻറ്റുമാണ്, മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റുമാണ്. അതാണ് അവരുടെ ഒരു പ്രത്യേകത. രണ്ടുമാണ് ഇവരെന്ന് പറയുന്നത്. അത് ശരിയാണ്. മാത്രം ഒരു ബിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ അത് പാസ് ചെയ്തെടുക്കാൻ പാടാണ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് എന്ത് നടക്കുന്നു? ലോക്സഭ ഇലക്ഷൻ നടക്കുന്നു. ലോക്സഭ ഇലക്ഷൻ നടന്നതിന് ശേഷമാണ് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ഗവൺമെൻറ് ഫോർമേഷന് ആദ്യത്തെ പടി പ്രൈം മിനിസ്റ്ററെ എലക്ട് ചെയ്യുക എന്ന രീതിയിലാണ്. സെലക്ട് ചെയ്തെടുക്കും. അതിൽ നിന്ന് മൊത്തം മെമ്പേഴ്സിൽ നിന്ന് ഒരു ലീഡർ വരും, അദ്ദേഹത്തെ പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ മെജോറിറ്റി പാർട്ടി ആണല്ലോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളവരാണ് ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. അംഗങ്ങളുള്ള പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ കൊയിലീഷൻ, ഒരു മുന്നണിയിൽ നിന്നായിരിക്കും ആര് വരുന്നത്? എപ്പോഴും ഒരു പ്രൈം മിനിസ്റ്റർ വരുന്നത്. അപ്പോൾ ഈ കൂടുതലുള്ള മെമ്പേഴ്സിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ കുറച്ച് പേരെ മന്ത്രിമാരാക്കും. അവരാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഭൂരിപക്ഷമുള്ള ഇനി ബാക്കിയുള്ള മന്ത്രിമാരും പ്രധാനമന്ത്രി ആയതിനു ശേഷം ബാക്കിയുള്ള ഒരു മെമ്പേഴ്സ് കാണും അല്ലേ? ഒരു 500-ൽ 250 പേര് ചിലപ്പോൾ അവരായിരിക്കും. ഒരു 300-ഉം അവരായിരിക്കാം. ചിലപ്പോൾ 300 അവിടെ ഉണ്ടായിരിക്കും. ഈ 300 പേരുടെ പിന്തുണയായിരിക്കും ഈ പ്രധാനമന്ത്രി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒരു കാര്യം പറഞ്ഞാൽ അവരത് പാർലമെൻറ്റിൽ പാസ്സാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ? കൊണ്ടുവന്ന ബില്ലും കാര്യങ്ങളും ഒക്കെയുണ്ട്, പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പാസ്സായില്ലെങ്കിൽ അവിശ്വാസമാണ് അവിടെ വരുന്നത്. അവിശ്വാസം തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് കാര്യങ്ങൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. സെക്കൻഡ്, ദി ക്യാബിനറ്റ് കൺസിഡർ ദ ഫോളോയിങ്. 1. The cabinet acts as the primary decision-making body of the government, responsible for determining the direction and priorities of government policies. ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് പ്രൈമറി ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. മാത്രമല്ല ഈ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റീസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നവരാണ്. സെക്കൻഡ്, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എൻഷുവേഴ്സ് ദാറ്റ് ഗവൺമെൻറ് പോളിസീസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇഫക്റ്റീവ്ലി. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ഈ ഗവൺമെൻറ് പോളിസീസ് ശരിയായ വണ്ണം നടപ്പിലാക്കി ഉറപ്പ് വരുത്തുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് 3. The Council of Ministers is led by the President, who acts as the head of government and provides overall direction and guidance to Council of Ministers. Council of Ministers നയിക്കപ്പെടുന്നത് പ്രസിഡന്റ് ആണ്, is led by
who act as the head of the government ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആൻഡ് പ്രൊവൈഡ്സ് ഓവറോൾ ഡയറക്ഷൻ ആൻഡ് ഗൈഡൻസ് ടു ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഗൈഡൻസ് കൊടുക്കുന്നത് ഈ പറയുന്ന പ്രസിഡന്റ് ആയിരിക്കും എന്ന രീതി പറയുന്നു അല്ലേ അപ്പോൾ ഏതാണ് ശരി എന്ന് പറയുന്നത് ചൂസ് എ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൻ ബിലോ A1 ഓൺലി B1 and 2 ഓൺലി C1 and 3 ഓൺലി D1, 2 and 3 ഏതാണ് പറയൂ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ശരിയായതെന്ന് പറയുക ഏതാണ് വരുന്നത് So cabinet acts as a primary decision making body. The primary decision making body of the union government, that is a cabinet, and they are responsible for what? In order to determine direction and priorities of the government policies. What are the policies, priorities there? They will determine. Then the Council of Ministers ensures that government policies are implemented effectively. There are certain government policies that should be implemented for the well-being and welfare of the country. So Council of Ministers, they are ensuring that policies, priorities of the government, whether it is to be implemented properly or not. Then third, the Council of Ministers is led by the President, who act as the head of the government. The President is, who is leading the Council of Ministers? It is a President and he is a head of the government. And he is giving overall direction, guidance to the Council of Ministers. Guidance, everything is given by Council of Ministers. Choose the correct answer using code given below. ഏതാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഇതിൻ്റെ ആൻസർ 1 and 2 ആണ് ഇവിടെ തെറ്റിയത് Council of Ministers is not led by the President, but they are actually led by the Prime Minister. He is the real head of the government. And he provides overall direction. The Prime Minister provides overall direction and guidance to the Council of Ministers. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് 1 and 2 ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണ് കൺസിഡർ ദ ഫോളോയിങ് 1 എ നോൺ മെമ്പർ കനോട്ട് ബി റീഅപ്പോയിൻറ്റഡ് വിത്തൗട്ട് ബീങ് ഇലക്റ്റഡ് ഒരു നോൺ മെമ്പറെ ഇലക്ട് ചെയ്യാതെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് 2 എ നോൺ മെമ്പർ മേ ഓൾസോ ജോയിൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഫോർ എ പീരീഡ് ഓഫ് 1 year ഒരു വർഷത്തേക്ക് ഒരു നോൺ മെമ്പർ അല്ലാത്ത ഒരാൾക്ക് പാർലമെൻറ്റിൽ ഒരു മന്ത്രിയാകാമെന്ന് പറയുന്നത് ഒരു വർഷ സമയമുണ്ട് അല്ലേ അത് കഴിഞ്ഞ് വേണം ഇലക്ഷൻ വീണ്ടും നിൽക്കാം എന്ന രീതിയിലാണ് പറയുന്നത് ചൂസ് എ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൻ ബിലോ A1 ഓൺലി B2 ഓൺലി C ബോത്ത് 1 and 2 D neither 1 nor 2 ഏതാണ് ഫസ്റ്റ് പറയുന്നു എ നോൺ മെമ്പർ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോൺ മെമ്പറെ കുറിച്ചാണ് നോൺ മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ എ നോൺ മെമ്പർ ഈസ് എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് 2 houses ഓഫ് പാർലമെൻറ്റ് പാർലമെൻറ്റ് 2 സഭകളിലും മെമ്പർ അല്ലാത്തൊരു വ്യക്തിയാണ് നോൺ മെമ്പർ എന്ന് പറയും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു നോൺ മെമ്പറെ ബി റീഅപ്പോയിൻറ്റഡ് വിത്തൗട്ട് ബീയിങ് അല്ലേ അപ്പോൾ ഇലക്റ്റഡ് ഒരു നോൺ മെമ്പറെ അങ്ങനെ പറയുന്ന നോൺ മെമ്പേഴ്സിനെ റീഅപ്പോയിൻറ്റ് ചെയ്യാൻ എവിടെ മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ വിത്തൗട്ട് ബി ഇലക്റ്റഡ് അല്ലാതെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത് എ നോൺ മെമ്പർ മേ ഓൾസോ ജോയിൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഫോർ എ പീരീഡ് ഓഫ് 1 year ഒരു വർഷത്തേക്ക് നോൺ മെമ്പേഴ്സിന് എന്ത് ചെയ്യാം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഭാഗമായിരിക്കാം അല്ലേ എ നോൺ മെമ്പർ എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ഈദർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് ക്യാൻ ബി അപ്പോയിൻറ്റഡ് മിനിസ്റ്റർ ഫോർ എ പീരീഡ് ഓഫ് 1 year ഒരു വർഷത്തേക്ക് ആകാമെന്നാണ് ഏതാണ് ചൂസ് എ കറക്റ്റ് ആൻസർ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എ ആണ് കാരണം നോൺ മെമ്പർക്ക് ഒരു വർഷമല്ല 6 വർഷം അല്ലേ റീഅപ്പോയിൻറ്റ് ചെയ്താലേ അദ്ദേഹം പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫോർത്ത് വൺ കൺസിഡർ ദ ഫോളോയിങ് എവറി മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ട്സ് ഓഫ് ദി ഓഫീസർ ഓഫ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്കൻഡ് ഇഫ് ദ മിനിസ്റ്റർ ഹാസ് ടേക്കൻ ആക്ഷൻ വിത്തൗട്ട് എ ക്യാബിനറ്റ് approval the principle of individual responsibility applies. Choose the correct answer using the codes given below. A1 only, B 2 only, C both 1 and 2, D neither 1 nor 2 ഏതാണ് so consider the following ആണ് every minister first statement പറയുന്നത് ഇതാണ് every minister is responsible for the acts of the officer of his department അല്ലേ ഒരു മിനിസ്ട്രിയിലെ ഉള്ള ആരെന്ത് ചെയ്താലും അല്ല ഒരു ഓഫീസർ എന്ത് ചെയ്താലും ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എന്ത് ചെയ്യണം മന്ത്രിയാണ് റെസ്പോൺസിബിലിറ്റി മന്ത്രിക്കാണ് ഉത്തരവാദിത്തം ഒരു അഴിമതി ആരോപണം വന്നാലും മന്ത്രിക്കാണ് ഉത്തരവാദിത്തമുള്ളത് സെക്കൻഡ് ഇഫ് ദ മിനിസ്റ്റർ ഹാസ് ടേക്കൻ ആക്ഷൻ വിത്തൗട്ട് എ ക്യാബിനറ്റ് അപ്രൂവൽ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി അപ്ലൈസ് അതൊരു മന്ത്രി അല്ലേ ഒരു
മിനിസ്റ്റർ ഒരു ആക്ഷൻ എടുത്തു, ക്യാബിനറ്റ് അപ്രൂവൽ ഇല്ലാതെ എടുത്തു, അവിടെ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ബാധകമാവും. ഒരു മന്ത്രിക്ക് എപ്പോഴും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, താൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് താൻ ബാധ്യസ്ഥനാണ് അല്ലേ. ഏതാണ്? ചൂസ് എ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൻ ബിലോ. എ 1 only, ബി 2 only, സി ബോത്ത് 1 and 2, ഡി നീദർ 1 നോട്ട് 2. ഏതാണ് അല്ലേ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ബോത്ത് 1 and 2. എവറി മിനിസ്ട്രി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ദി officer of his department. Whatever the acts of the officer, whatever be the acts of the officer, the ministry is responsible. Whether it is good or bad, the ministry is responsible. Whatever the activities of department, whether it is wrong or right, the ministry is responsible for everything. He is responsible. This implies responsibility. താൻ ബാധ്യതയുള്ള വ്യക്തിയാണ്, ബാധ്യസ്ഥനാണ്. Then if the minister has taken action without a cabinet approval, whenever a minister takes an action, it needs the approval of the cabinet. If he takes an action without the approval of the cabinet, then what would happen? It is violating individual responsibility. A ministry is collectively responsible and also a ministry is individually responsible. ഒരു മന്ത്രിസഭ കളക്റ്റീവായിട്ട്, കൂട്ടായിട്ട് ഒരു ഉത്തരവാദിത്തമുള്ളവരും ഒരു മന്ത്രി വ്യക്തി എന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള, രണ്ട് വ്യത്യാസം മനസ്സിലായി. എ മിനിസ്ട്രി ഈസ് or council of ministries, they are collectively responsible. However, on the another side or other side, on the flip side, a ministry is individually responsible. അല്ലേ? പുള്ളി ആക്ഷൻ എടുക്കുമ്പോൾ നോക്കിയെടുക്കണം. 5. Consider the following. The doctrine of collective responsibility of the Union Executive to the House of People and of the State Executive to the Legislative Assembly is specifically enshrined in the Constitution. അതായത് ഡോക്ട്രീൻ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയ്ക്ക് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, കൂട്ടുത്തരവാദിത്തമുണ്ട്. ഓഫ് ദി യൂണിയൻ എക്സിക്യൂട്ടീവ് ടു ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പെസിഫിക്കലി എൻഷ്രൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് സ്പെസിഫിക്കലി എൻഷ്രൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിലുണ്ട്. ആരോടാണ്? ഹൗസ് ഓഫ് പീപ്പിളിനോട്, ദാറ്റ് ഈസ് ലോക്സഭ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഗവൺമെൻറ് മസ്റ്റ് മെയിൻറ്റെയിൻ എ മെജോറിറ്റി ഇൻ ദ ലോക്സഭ ആസ് എ കണ്ടീഷൻ ഫോർ ഇറ്റ് സർവൈവൽ. അല്ലേ? അതായത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഒരു മെജോറിറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം. അല്ലേ? ലോക്സഭയിൽ ഒരു മെജോറിറ്റി കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തിനാ? ആസ് എ കണ്ടീഷൻ ഫോർ ഇറ്റ്സ് സർവൈവൽ. അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഒരു മെജോറിറ്റി, ഒരു ഭൂരിപക്ഷം എപ്പോഴും എവിടെ ഉണ്ടായിരിക്കണം? ലോക്സഭയിൽ, ദാറ്റ് ഈസ് ഹൗസ് ഓഫ് പീപ്പിളിൽ ഉണ്ടായിരിക്കണം. 3 പറയുന്നു, എനി എക്സസൈസ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ വിത്തൗട്ട് ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് വിൽ ബി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആസ് ബീങ് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 74. അതായത് എക്സിക്യൂട്ടീവ് പവർ ഇത് പ്രാവർത്തികമാക്കുമ്പോൾ വിത്തൗട്ട് ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഇല്ലാതെ, അല്ലേ? അതായത് പ്രസിഡന്റ് കയ്യിൽ എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, അത് എയ്ഡ് അഡ്വൈസ് ഇല്ലാതെ ചെയ്താൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ആർട്ടിക്കിൾ 74 വയലേറ്റ് ചെയ്യുന്നു. ചൂസ് എ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൻ ബിലോ. എ 1 only, ബി 1 and 2 only, സി 1 and 3 only, ഡി 1, 2 and 3. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ അറ്റാ 24/7 ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. അറ്റാ 24/7 KAS ബാച്ച്, ഫസ്റ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് ഉടൻ വരും. KAS എന്തായാലും ഉറപ്പായിട്ടും വിളിക്കാൻ നല്ല സാധ്യതയാണ് കാണുന്നത്. അല്ലേ? വിളിക്കില്ല എന്ന് ഒരിടത്തും വാർത്ത വന്നിട്ടില്ല. വൈകുമോ ഇല്ലയോ എന്നുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. വിളിക്കില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. വിളിക്കും. കാരണം ഗവൺമെൻറ് 2 വർഷം ആകുമ്പോൾ ഇത് വിളിച്ചേ പറ്റത്തുള്ളൂ. KAS എന്തായാലും ഉറപ്പായിട്ടും 100% വിളിച്ചിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. അറ്റാ 24/7 ഒരു ഓൺലൈൻ ബാച്ച് KAS റണ്ണിങ് ആണ്. സെക്കൻഡ് ബാച്ചാണ് ഈ വിളിക്കാൻ പോകുന്നത്. സെക്കൻഡ് ബാച്ച് നടക്കാൻ പോവുകയാണ്. അപ്പോൾ Y617 എന്ന കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. ഈ കോഡ് യൂസ് ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ KAS പഠിപ്പിക്കുന്ന ഒരേയൊരു സ്ഥാപനം, ഏറ്റവും ഫീസ് കുറവിൽ പഠിപ്പിക്കുന്ന ഒരേയൊരു സ്ഥാപനം എന്ന് പറയുന്നത് അറ്റാ 24/7 ആണ്.
അവിടെ നമ്മൾ സിലബസ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന കാര്യം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അങ്ങനെ പഠിച്ച് സിലബസ് വെച്ച് ക്ലിയറായി പഠിച്ച് KAS ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഈ കോഡ് യൂസ് ചെയ്യുക. Y617 എന്ന കോഡ് യൂസ് ചെയ്ത് അറ്റ 24/7 ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഏതാണ് ABCD ഏതാണ്? കൺസിഡർ ദ ഫോളോയിങ് ഏതാണ്? പറയൂ. ആൻസർ വരട്ടെ. ഏതാണ്? ഓക്കെ, ഇതിൽ ആൻസർ D ആണ് വരുന്നത്. ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം പറഞ്ഞതെല്ലാം എന്താണ്? ശരിയാണ്. ഒരു ഡോക്ടറിന് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ചും ലോക്സഭയോട് അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം. അത് രാജ്യസഭയോടല്ല. നോട്ട് ടു ഹൗസ് ഓഫ് Council of States, but only to House of People, Lok Sabha, House of People. They are accountable to the House of People, not to the Council of States, Rajya Sabha. Then President, whenever the President act, he should act as per the aid and advice of the Council of Ministers headed by Prime Minister. ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും നോക്കുന്നുള്ളൂ. അപ്പോൾ ഓരോ ദിവസം ഉള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ നോക്കുക. നമ്മൾ കൗൺസിൽ ഓഫ് മിനിസ്ട്രീസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പഠിപ്പിച്ച കാര്യം മാത്രം മതിയാവും. ഞാൻ ഈ പഠിപ്പിക്കുക ഒരു 50 ക്വസ്റ്റ്യൻസ് മിനിമം കൗൺസിൽ ഓഫ് മിനിസ്ട്രീസിൽ ഞാൻ ചെയ്യും. മിനിമം ഒരു 50 ക്വസ്റ്റ്യൻസ് ചെയ്യും. അത് മാത്രം മതിയാവും നിങ്ങൾക്ക് അറ്റ 24/7 ഈ ചെയ്യുന്ന കാര്യം മാത്രം മതിയാവും നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. മിനിമം ഒരു 50 ക്വസ്റ്റ്യൻസ് കൗൺസിൽ ഓഫ് മിനിസ്ട്രീസ് ചെയ്യും. അതിൻ്റെ അപ്പുറം എക്സാമിന് ചോദിക്കുകയില്ല. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനും മറ്റു പൊളിറ്റി ടോപ്പിക്സ് പഠിക്കാനും അറ്റ 24/7 Y617 എന്ന കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.